കേശു പതുക്കെ കഴിക്കുക കേശു. ആരും കൊണ്ടുപോകില്ലല്ലോ. ഞാൻ അവിടെ മീറ്റിങ്ങിന്നേ ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടിയായിരുന്നു. അത് കഴിച്ചു. ഇനിയിപ്പോ വേണ്ട ഇപ്പൊ. ഓ നന്നായിരുന്നു. ഭയങ്കര അഭിപ്രായമല്ലേ പാറുവിനെ കുറിച്ച് സ്കൂളില്. നല്ല അടിപൊളിയായിട്ട് പഠിക്കും, എല്ലാത്തിനും ഫുൾ മാർക്കാണ്, നല്ല കുട്ടിയാണ് എന്നൊക്കെയാണ്. ആ ക്രെഡിറ്റ് അങ്ങ് കൊണ്ടുപോയി കേട്ടാ. വേറെ 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്, അതിന്റെ ക്രെഡിറ്റും കൂടെ അങ്ങ് മേടിച്ചേക്കണേ. കാണിച്ച വേറെന്താ പറഞ്ഞ? അല്ല അങ്ങനാണെങ്കിൽ ഞാൻ കാരണമല്ല, സമ്പർക്കം, ഇതിന്റെ കൂടെയുള്ള സമ്പർക്കം. ബ്രേക്ക് ടൈമിലേ കളിക്കാൻ വിടുമല്ലോ. ഇവിടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരോട്ട് കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ബെല്ലടിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലേക്ക് കയറുള്ളൂ. എന്ത് ഇത്ര കളി? ഓ ബെല്ലടിക്കണേ കുഴപ്പമാണ്. ഈ ബെല്ലൊക്കെ നേരത്തെ അടിച്ച കൊച്ചിന് കളിക്കാൻ ടൈം കിട്ടും. എത്ര ടൈം വേണം മക്കൾക്ക് കളിക്കാൻ? എന്തോ 2 മണിക്കൂർ. ഓക്കെ അമ്മ സ്കൂളിൽ അവരോട് സംസാരിച്ചിട്ട് 2 മണിക്കൂർ കുഞ്ഞിന് കളിക്കാൻ വേണ്ടി മാത്രം തരാം കേട്ടാ. താങ്ക് യു അമ്മ. മര്യാദക്ക് ബെല്ലടിക്കുന്നതിന് മുന്നേ ക്ലാസ്സിൽ കയറിക്കോളാം കേട്ടല്ലോ. ആ വേറെ എന്തെങ്കിലും പറഞ്ഞു? വേറെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ഭയങ്കര സംസാരമായിരിക്കുമല്ലോ. അപ്പോൾ ടീച്ചർ ചോദിക്കും ഇത് ആരാ സംസാരിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങ് സ്വയം അങ്ങ് ഏറ്റെടുക്കും. ആരും സംസാരിച്ചില്ല മിസ്സേ, ഞാൻ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എല്ലാവരുടെയും കുറ്റം ഏറ്റെടുക്കാതിരിക്കുക. പുതിയ ടൈപ്പ് അസുഖമാണല്ലോ പാറുവേ. എല്ലാം ഏറ്റെടുക്കാൻ നിൽക്കണോ നീ? ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിരിക്കണാണ് മൈ ഫാദർ നെയിം ഈസ് മൊട്ടബാലു. ആരാ മൊട്ടബാലു? അച്ഛന്റെ പേര് മൊട്ടബാലു എന്നാണോ? ബാലചന്ദ്രൻ തമ്പി. ഇവരൊക്കെ ബാലേന്ദ്രൻ തമ്പി എന്നാണ് എഴുതിയിരിക്കണത് കേട്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ നീ അങ്ങ് എഴുതിയാൽ മതി. പഠിപ്പിച്ചതിന്റെ ഗുണം കറക്റ്റാ. അവർക്ക് ഗുമ്മിനൊരു കുറവുമില്ല കേട്ടാ. ആ എത്തിയാ? വാ കഴിക്കാം, ഭക്ഷണം കഴിക്കാം. എന്ത് വേണ്ട? അത് എടാ നീ വല്ലതും കഴിച്ചാ? ഒന്നും കഴിച്ചില്ലല്ലോ. കഴിക്കണ ഇറക്കാ. എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഉണ്ടാക്കി കഴിക്കാൻ അവിടെ നിന്ന് ഗ്യാസ്. ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം, നീ കഴിക്ക്. വേണ്ട വേണ്ട, മാസ്റ്ററെ ഫുഡ് കഴിക്കാം. എന്റെ വയറ് നിറച്ച് കഴിക്കും. ചെറുക്കൻ്റെ കാര്യം. രാവിലെ പോലും ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി. ആ പുറത്തൊക്കെ പോണല്ലേ വല്ലതൊക്കെ കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കഴിക്ക്. ഇതോടെ കൊടുക്കാലോ ഒക്കെ പറയും. ഈ വെണ്ടയ്ക്കയും തക്കാളിയും പാത്രമൊക്കെ എടുത്ത് അവിടെ പോണു. ഞാൻ എനിക്ക് ഉള്ള ആഹാരം ഞാൻ ഒറ്റയ്ക്ക് പാചകം ചെയ്ത് കഴിക്കാൻ. അതല്ലേ ചോദിച്ചത്, നീ ഇത് എങ്ങനെ കുക്ക് ചെയ്യും ഗ്യാസ് ഒന്നും ഇല്ലാണ്ട്? വെയിലത്ത് തിളപ്പിക്കുമായിരിക്കും വെള്ളം. കഴിച്ചിട്ട് പോലെ